മെട്രോയിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, വെളുത്തിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ. അപ്പോൾ ആദ്യം ഒന്ന് റൈഡ് ചെയ്ത് കംപ്ലീറ്റ് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി ഇപ്പോൾ ഇറങ്ങിപ്പോയി, അവരോട് സംസാരിക്കാൻ എന്തായിരുന്നു. അപ്പോൾ അതിൻ്റെ രത്നച്ചുരുക്കം എന്താ വെച്ചാൽ, നമ്മൾ ഗവൺമെൻറ് സെൻറ്ററിൽ ഇറങ്ങണം. അവിടെ ഇറങ്ങിയിട്ട് മെട്രോ മോറിൽ കയറണം. ഇതാണ് മെട്രോ മോർ. അത് ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ ആണ്, ആർക്കും ഒരു ടിക്കറ്റ് കൊടുക്കണ്ട. മെട്രോ മോർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. അതിൽ കയറിയിട്ട് നമ്മൾ എവിടെ ഇറങ്ങണം? ബേ സൈഡ് മാർക്കറ്റ് പ്ലേസിൽ ഇറങ്ങണം. ഈ മെട്രോ മോറിൽ കയറുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്, ഇന്നർ ലൂപ്പുണ്ട്, ഔട്ടർ ലൂപ്പുണ്ട്. അതിൽ ഇന്നർ ലൂപ്പിൽ കയറണം. അതാണ് പറയും ഇന്നർ ലൂപ്പ് നയിക്കുന്നത്. മെട്രോ മോറിൽ കയറിയിട്ട് മെട്രോ മോർ ഇന്നർ ലൂപ്പിൽ കയറിയിട്ട് ബേ സൈഡ് മാർക്കറ്റ് പ്ലേസിൽ ഇറങ്ങണം. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് നമുക്ക് കാണാം. ഫ്രൂട്ട്, വെജിറ്റബിൾ. നോട്ട് നൗ. എന്നിട്ട് നമ്മൾ അവിടെ ഇറങ്ങണം. മാർക്കറ്റ് പ്ലേസിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ മാർക്കറ്റ് കാണാം. അതേപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് പ്രൈസ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രൈസ് ചോയ്സ് അതാണ് ബെറ്റർ. അത് അവിടെ എല്ലാ സംഗതികളും കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുത്തെ മറ്റ് സംഗതികളെക്കുറിച്ചുള്ള വിവരങ്ങളും അതിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ആദ്യത്തെ പരിപാടി കേട്ടോ. പിന്നെ 101 നമ്പർ ബസ്സിൽ കയറിയിട്ട് നമ്മൾ മയാമി ബീച്ചിൽ പോകും. അത് ഫ്രീ ആണ്. ഫ്രീ അല്ല, നമ്മൾ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മെട്രോയിലും ബസ്സിലുള്ള പാസ് ഉണ്ടല്ലോ നമ്മുടെ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി പറഞ്ഞാൽ 101 ബസ്സിൽ കയറിയിട്ട് മിയാമി ബീച്ചിൽ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഈ ട്രെയിൻ തന്നെ ബ്രിക്കലിൽ പോകുന്നുണ്ട്. അപ്പോൾ ബ്രിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളതെന്ന് പറയുന്നത്. ഇവിടെ വന്നാൽ കാണേണ്ട ഏറ്റവും നല്ല പ്ലേസ് എന്ന് പറഞ്ഞാൽ ബ്രിക്കലാണ്. ബ്രിക്കൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈ റൈസ് ബിൽഡിങ്ങുകളുണ്ട്. അതുപോലെ എന്താ പറയുക, ഇതിൻ്റെ നമ്മുടെ ഐക്കൺ മയാമിയുടെ ഐക്കണാണ് പറയുന്നത് ഈ ബ്രിക്കൽ എന്ന് പറയുന്നത്. ബ്രിക്കലിലും പോകാമെങ്കിൽ അപ്പോൾ ആര് പുതുതായിട്ട് ഇവിടെ മയാമിയിൽ വരികയാണെങ്കിലും വളരെ ചീപ്പായിട്ട് വെറും $6.25 കൊണ്ട് നമുക്ക് ഒരു 1 ഡേ കംപ്ലീറ്റ് യാത്ര ചെയ്യാം. നമുക്ക് എത്ര സ്ഥലം വേണമെങ്കിലും ഏതൊക്കെ പ്ലേസ് വേണമെങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാം. എല്ലാം നോക്കി വയ്ക്കുക, ഗൂഗിൾ ചെയ്ത് നോക്കി ഏതൊക്കെ സ്ഥലങ്ങൾ പോകാൻ നോക്കി വയ്ക്കുക. നേരത്തെ നോക്കി വയ്ക്കുകയാണെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് തുറന്ന് ഈ 2 ദിവസത്തേക്കാണെങ്കിൽ 2 ദിവസത്തേക്കുള്ള 2 1 ഡേ പാസ് എടുക്കുക. അല്ലെങ്കിൽ 7 ദിവസത്തേക്കാണെങ്കിൽ ഒറ്റ പാസ് ഉണ്ട്. അതിന് 20 സംതിങ് ആണ്. അപ്പോൾ 7 ദിവസത്തേക്കുള്ള പാസ് എടുക്കുക. നമുക്ക് 7 ദിവസം ഇവിടെ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം നടക്കണം. 7 ദിവസം വേണം ശരിക്കും കംപ്ലീറ്റ് മയാമി ഒന്ന് അടിച്ച് പിന്നെ പൊളിക്കാൻ വേണ്ടി. അപ്പോൾ 7 ദിവസം ഒരു വെക്കേഷന് വേണ്ടി നിങ്ങൾ മയാമിയിലേക്ക് വരിക. ഇപ്പോൾ നമുക്ക് എയർ ഇന്ത്യ ടിക്കറ്റ് വളരെ ചീപ്പാണ്. 50,000 രൂപയിൽ താഴെയുള്ളൂ. ചില സമയത്ത് അത് 30,000 വരും. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയിലേക്ക് വരിക, ഇന്ത്യയിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ തിങ്ങാണ് ഇപ്പോൾ. അപ്പോൾ 30,000 ഇങ്ങോട്ടും 30,000 അങ്ങോട്ടും 60,000. പിന്നെ ഉണ്ടെന്താ ഈ ചെറിയൊരു പൈസയും. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഹോസ്റ്റലിൽ താമസിക്കാം. ഹോസ്റ്റലുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഹോസ്റ്റലുകളിൽ $2 താമസിക്കാം. പക്ഷെ $18 നമ്മൾ ടാക്സ് കൊടുക്കണം കേട്ടോ, അത് കറക്റ്റ്. അപ്പോൾ $20 നമുക്ക് ചുരുങ്ങിയാൽ $20 ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഹോസ്റ്റലുകളിൽ താമസിക്കാം. നമുക്ക് തന്നെ പാചകം ചെയ്യാം. ഞാനിപ്പോഴും ഹോസ്റ്റലുകളിലാണ് താമസിക്കുക. കാരണം എന്താ വെച്ചാൽ ഹോട്ടലിൽ താമസിച്ചാൽ നമുക്ക് പാചകം ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ടേസ്റ്റ് നമുക്ക് പറ്റില്ല. ഇവിടുത്തെ സോസേജ് എന്ത് വാങ്ങിച്ചാലും നമ്മൾ നമ്മുടെ കിച്ചണിൽ കൊണ്ടുവരും നമ്മുടെ മസാലയൊക്കെ ഇട്ടൊന്ന് പാചകം ചെയ്താലേ നമുക്ക് തിന്നാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹോസ്റ്റലുകളിൽ തന്നെ എടുക്കണം. ഹോസ്റ്റലുകളിൽ നമുക്ക് കിച്ചൺ കിട്ടുള്ളൂ. അല്ലെങ്കിൽ Airbnb എടുത്താലും മതി കേട്ടോ. ചീപ്പായിട്ട് യാത്ര ചെയ്യണമെങ്കിലാണ് ഞാൻ ഹോസ്റ്റലിൻ്റെ കാര്യം പറയുന്നത്. അപ്പാർട്ട്മെൻറ്റ്സൊക്കെ കിട്ടും. അപ്പാർട്ട്മെൻറ്റ്സിനാണെങ്കിൽ നല്ല വാടക കൊടുക്കണം, കുഴപ്പമില്ല. കോസ്റ്റ്ലി ആയിട്ട് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. വളരെ ചീപ്പായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നമ്മൾ ഈ ഫുഡൊക്കെ വാങ്ങിച്ച് നമുക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കുക്ക് ചെയ്ത്, അതുപോലെ മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പിന്നെ ബോയിൽ ചെയ്തോ ഫ്രൈ ചെയ്തോ ഒക്കെ കഴിക്കാം. എല്ലാ തരം സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാവും. പെപ്പറൊക്കെ ഇവിടെ കിട്ടും, ഷുഗർ കിട്ടും, എല്ലാ സംഗതികളും നമ്മുടെ കിച്ചണിലും കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വരിക, മയാമിയിലേക്ക് വരിക, മയാമി അടിച്ചു കൊടുക്കുക. അമേരിക്ക എന്ന് പറയുന്നത് വിദൂര സ്വപ്നമല്ല. എല്ലാവർക്കും, എല്ലാ ഇന്ത്യക്കാർക്കും വരാം. നമുക്ക് വിസ ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, തിരിച്ചു ഒരുപാട് സന്തോഷത്തോടെ മയാമിയിൽ നിന്നും ട്രാവൽ ചെയ്യുക.